ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വിശദമായി വരികയാണ്. 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ച് അധികാരത്തിൽ വന്ന UDF സർക്കാർ, മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ ധനകാര്യമന്ത്രിയും. ആദ്യ ബജറ്റിന്റെ കാര്യത്തിൽ കേരള ജനതയ്ക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ കാത്തോ VD സതീശൻ? അജിംസ്, പ്രതീക്ഷ കാത്തോ? പ്രതീക്ഷ കാത്തോന്ന് ചോദിച്ചാൽ 2021 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, തുടർഭരണം ഉണ്ടാകുമ്പോൾ അന്നത്തെ ആദ്യത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതൊരു ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർക്ക് ലഭ്യമായ വിഭവങ്ങൾക്ക് മേലാണ് അവരുടെ എക്കണോമി കെട്ടിപ്പടുക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് നോക്കുകയാണ്, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര വലിയ എക്കണോമികൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അതുവരെ ലഭ്യമായിരുന്ന വിഭവങ്ങളിൽ നിന്നാണ് അവർ എക്കണോമി കെട്ടിപ്പടുത്തിട്ടുള്ളത്. തമിഴ്നാടിനാണെങ്കിൽ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, പിന്നെ വർക്ക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഭൂമി വർക്ക് ഫോഴ്സ് ഉപയോഗിച്ചാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുന്നത്. ഗുജറാത്തിലാണെങ്കിലും ഭൂമി, അതുപോലെ തുറമുഖങ്ങൾ, മഹാരാഷ്ട്രയുമായുള്ള അടുപ്പം, ബോംബെ തുറമുഖമായുള്ള അടുപ്പം, അങ്ങനെയുള്ള വിഭവങ്ങളിൽ മേലാണ് അവരുടെ എക്കണോമി കെട്ടിപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഉള്ള വിഭവം എന്ന് പറഞ്ഞാൽ മാനവ വിഭവമാണ്. അപ്പോൾ ആ വിഭവം തന്നെ, ആ വിഭവത്തിൽ ഉൽപ്പാദനം നടത്തുകയല്ല, അത് തന്നെ ഉൽപ്പന്നമാക്കി കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. സത്യം പറഞ്ഞാൽ നമ്മുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മനുഷ്യരെ കയറ്റി അയക്കുന്നു, അവർ റെമിറ്റ് ചെയ്യുന്ന പൈസ കൊണ്ട് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. അതാണ് സത്യം. അപ്പോൾ അതിനും ഒരു മാറ്റം വരുത്തണം എന്നുള്ളൊരു വിഷനായിരുന്നു 2021 ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു എക്കണോമി കെട്ടിപ്പടുക്കണം എന്നൊരു വിഷനായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത് അതിൽ കാര്യമായ മുന്നോട്ട് പോകുന്നുണ്ടായില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും, വിദേശ സർവകലാശാലകൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, നിലനിൽക്കുന്ന സർവകലാശാലകളിൽ തന്നെ മൊത്തം ബന്ധു നിയമനമെന്നും പിൻവാതിൽ നിയമനമെന്നും ഒക്കെ പറഞ്ഞു. പിന്നെ ഗവർണറുടെ ഇടപെടലുകൾ മൊത്തം കുഴപ്പമായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ഒരു അടിത്തറ വാങ്ങാൻ പോലും കഴിയാതെയാണ് 5 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ VD സതീശൻ വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ അതിന് പകരം കേരളത്തിന് ലഭ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവം 1600 കിലോമീറ്ററോളം വരുന്ന സമുദ്രം, ആ സമുദ്രത്തെ അടിസ്ഥാനമാക്കിയുള്ള എക്കണോമി. അതായത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ തന്നെ 2 തുറമുഖങ്ങൾ, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, 10-17 മൈനർ തുറമുഖങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കണം എന്നൊരു വിഷനാണ് അതിനുള്ളത്. വിഷൻ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ അങ്ങനെ അതിൻ്റെ കാര്യമായ ഡീറ്റെയിൽസ് ഇല്ല. എങ്ങനെയാണത് വർക്ക് ചെയ്യുക? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കടൽ നമുക്ക് വലിയ തോതിൽ വിദേശ നാണ്യം നേടുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതി, മത്സ്യോൽപ്പന്നങ്ങൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ തുറമുഖങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചുകൊണ്ട് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ഈ ബജറ്റിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശം കേന്ദ്രീകരിച്ച് പുതിയ സാധ്യതകൾ എന്ന് പറയുന്നു. അപ്പോൾ അത് കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള ഒന്നാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അവിടുത്തെ ധാതു വസ്തുക്കൾ ഖനനം ചെയ്യുന്നത് സ്വകാര്യവൽക്കരിക്കാനാണ്. പക്ഷേ ആരോപണത്തിന് കാര്യമായ ബേസില്ല. ഒന്നാമത്തെ കാര്യം, ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി 2023 മോദി സർക്കാർ കൊണ്ടുവന്നിരുന്നു. സൈഫിന് ഓർമ്മയുണ്ടാവും, NK പ്രേമചന്ദ്രനാണെന്ന് പാർലമെന്റിൽ അതിന് ശക്തമായിട്ട് എതിർത്ത് ഒരു പ്രസംഗം നടത്തി. ഉജ്ജ്വലമായൊരു പ്രസംഗമാണ്. അതേ തുടർന്ന് അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ് ഒരു കത്തെഴുതിയിരുന്നു കേന്ദ്രത്തിന്. കാരണം കേരളത്തിൻ്റെ ധാതുമണൽ സ്വകാര്യവൽക്കരിക്കാൻ ഇടവരുത്തരുത്. കാരണം കേരളത്തിൻ്റെ ധാതുമണൽ പ്രതിരോധ പ്രാധാന്യമുള്ളതാണ്. കാരണം ആണവ റിയാക്ടറുകളൊക്കെ ഉപയോഗിക്കുന്ന തോറിയം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ധാതുമണൽ. പിന്നീട് ആ നിയമ ഭേദഗതിയിൽ നിന്ന് ഈ പറയുന്ന കേരളത്തിലെ ധാതുമണൽ ഖനനത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വകാര്യവൽക്കരണം എന്നുള്ള ആശയം നിയമപരമായി പ്രായോഗികമല്ല. പക്ഷേ മോദി സർക്കാരിൻ്റെ ഈ ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ആശയം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മോദിയുടെ ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞാൽ കടലിൽ കൂടുതൽ ഖനനം നടത്തുകയും കൂടുതൽ ധാതുക്കൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ കുറേ കൂടി ഡീറ്റെയിൽസ് വരാനുണ്ട്. എങ്ങനെയാണത് വികസിപ്പിച്ചെടുക്കുക? ഒരുപക്ഷെ അടുത്ത 5 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയുടെ ഒരു ബേസ് ഇടുകയായിരിക്കും VD സതീശൻ ചെയ്തിട്ടുണ്ടാവുക. അത് തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയാണ്. സ്വകാര്യവൽക്കരണം സംബന്ധിച്ച ആശങ്കകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് VD സതീശൻ ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു, പക്ഷേ ഏതെങ്കിലും മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ച് ഇതിൽ പരാമർശമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ മൂലധനം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യം LDFനോ CPM-നോ ഇല്ലാതെ. എന്തായാലും ആ പദ്ധതികൾ യാഥാർത്ഥ്യമാവട്ടെ. തീർച്ചയായിട്ടും കേരളത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു എക്കണോമി ആവശ്യമുണ്ട്. നമ്മൾ ഈ മനുഷ്യരെ കയറ്റി വെച്ചുണ്ടാക്കുന്ന സമ്പാദ്യമല്ലാതെ, വരുമാനം അല്ലാതെ മറ്റൊരു എക്കണോമി ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു ലാസ്റ്റ് പോയിൻ്റാണ് നമ്മൾ. കാരണം നമ്മുടെ യുവതലമുറ മുഴുവൻ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ പിടിച്ചു നിർത്താനെങ്കിലും കേരളത്തിൻ്റെതായ ഒരു തനത് സമ്പദ് വ്യവസ്ഥ തീർച്ചയായിട്ടും ആവശ്യമാണ്. അതും നമ്മുടെ പരമ്പരാഗതമായ വ്യവസായങ്ങളെയും നമ്മുടെ വിഭവങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സന്തുലിതമായ ബജറ്റ് തന്നെയാണ്. കാരണം സാമൂഹിക സുരക്ഷാ മേഖലയെയും സേവന മേഖലയെയും എല്ലാം സർവ്വതല സ്പർശിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ചില മേഖലകൾക്കൊക്കെ വകയിരുത്തിയിട്ടുള്ള തുക പരിമിതമാണെന്ന് പറയാം. പക്ഷേ വളരെ നവീനമായി തോന്നിയ, പുതുമയുണ്ടെന്ന് തോന്നിയ ഒരു കാര്യം, ഈ
പുതിയ താലൂക്കുകൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനമാണ്. അത് തീർച്ചയായിട്ടും മലബാർ മേഖലയെ ഞങ്ങൾ, കാരണം അത് നിരന്തരമായുള്ള ആവശ്യമായിരുന്നു, അപ്പോൾ മലബാർ മേഖലയിൽ നിന്നുള്ള ആ ഒരു ആവശ്യത്തെ പരിഗണിക്കുന്നു എന്ന തോന്നൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ച് തന്നെ, മലപ്പുറത്തെക്കുറിച്ച് തന്നെ കുറേയധികം പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഹെയ്റ്റ് പോസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെ ടോപ്പിക്കായി ചർച്ച ചെയ്യാം. അപ്പോൾ അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സന്തുലിതമായിട്ടുള്ളൊരു ബഡ്ജറ്റൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു നിരാശ വന്നൊരു കാര്യം, പുതിയ വരുമാനം കണ്ടെത്താനുള്ള ഉറവിടങ്ങൾ ഈ ബഡ്ജറ്റ് കണ്ടെത്തുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അങ്ങനെ കാര്യമായൊരു ഇന്നോവേഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തീർച്ചയായിട്ടും വരുമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതല്ലാത്ത നവീനമായ ആശയങ്ങളൊന്നുമില്ല. അത് ആശയങ്ങളില്ലാത്തതിൽ ഖേദിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ കേന്ദ്രം നേരത്തെ തന്നെ അടച്ചിട്ടുണ്ട് GST വന്നതിന് ശേഷം. ആ ഒരു പരിമിതിക്കുള്ളിൽ നടത്തുന്ന ഒരു വലിയൊരു സാഹസിക പ്രവർത്തനമായിട്ട് തന്നെ ഈ ബജറ്റ് കാണാൻ കഴിയും. നിഷാദ്, നികുതി വർധനയില്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് കാര്യമായി തട്ടുകേടില്ല. ഇപ്പം ആരോഗ്യ മേഖലയൊക്കെ കാര്യമായി സ്പർശിച്ചുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യാശ നൽകുന്നുണ്ടോ ഈ ബജറ്റ്? അല്ല, നികുതി നിർദ്ദേശമില്ല, ആളുകൾക്ക് ഫീസുകൾ കൂട്ടുന്നില്ല എന്ന് പറയുമ്പം എല്ലാ തരത്തിലുള്ള സ്പെൻഡിങ് കുറച്ചിട്ടുള്ള ഒരു ബജറ്റാണിത്. ഏതെങ്കിലും മേഖലയ്ക്ക് കാര്യമായി പൈസ കൊടുത്തിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞില്ല, കൊടുത്തിട്ടില്ലല്ലോ. ഒരു മേഖലയ്ക്കും പരിധി കവിഞ്ഞ പൈസ കൊടുക്കുക, ആവശ്യമായ പൈസ കൊടുക്കുക എന്ന പ്ലാൻ ഈ ബജറ്റിനകത്തില്ല. അതായത് വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളില്ല എന്നതുപോലെ തന്നെ വരുമാനം കണ്ടെത്താൻ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് സ്പെൻഡിങ്ങും കുറച്ചിട്ടുള്ള ബജറ്റായിട്ടാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ചുമ്മാ നമ്മളൊരു കാര്യം നോക്കിയാൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പരിപാടിക്ക് 10 കോടിയെ വകയിരുത്താൻ ഇപ്പോൾ പറ്റിയിട്ടുള്ളൂ. അത് അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണെന്ന് പറയുമ്പോഴും ആ പ്രോജക്റ്റിന് 10 കോടി രൂപ എന്നത് കൂടുതൽ അനുവദിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക നിലയില്ല. അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് ഇത്ര കോടി അനുവദിക്കും, അതിന് ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വരുമാനം കണ്ടെത്തും എന്നൊരു പ്ലാനില്ല, എന്നൊരു റൂട്ട് അതിനില്ല. നേരത്തെ പറഞ്ഞാൽ ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനമായി ലാക്ക് ചെയ്യുന്ന സംഗതി, ഇപ്പോൾ VD സതീശൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണ്. കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഫിനാൻഷ്യലി വലിയൊരു വിഷനുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ തനത് വരുമാന വർധനയിൽ വലിയ പ്ലാനുള്ള ആളാണെന്ന് പറയും നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഒന്ന്. ഞാൻ പദ്ധതികളെക്കുറിച്ചേ അല്ല ഈ ബജറ്റിൽ കണ്ടിരുന്ന കാര്യം. ഈ കേരളത്തിലെ, അതായത് കേന്ദ്ര സർക്കാർ നമുക്ക് പൈസ തരാനുണ്ട്, കേന്ദ്ര ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് 10,000 കോടി ഗ്യാപ്പ് ഉണ്ടെന്ന് ഈ ബജറ്റ് തന്നെ പറയുന്നുണ്ട്. സോ നമുക്ക് കേന്ദ്ര സർക്കാർ പൈസ തരാനുണ്ട്, നമ്മൾ ആ കേന്ദ്ര സർക്കാർ പൈസയ്ക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിലാണെന്നൊരു പൊളിറ്റിക്കൽ നിലപാടിലായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ അന്നും ഇന്നും കേന്ദ്ര സർക്കാരുമായിട്ട് ആ ഫൈറ്റിന് പോവേണ്ടതില്ല, അത് കിട്ടപ്പോരില്ല എന്ന മട്ടാണ് ഈ സർക്കാരിനുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആ ഫണ്ടിൻ്റെ ഗ്യാപ്പിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തനിയെ എന്തോ ചെയ്യാൻ പോകണിവർ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്ന കാര്യം. അതായത് ഇവിടുത്തെ മിസ്മാനേജ്മെൻറ്റ് ഇഷ്യൂ, ഇവിടുത്തെ ധൂർത്ത് ഇഷ്യൂ, ഇതൊക്കെയാണ് ഇവിടെ പൈസ ഇല്ലാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്ന ആ ദീർഘകാല തർക്കത്തെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പോകുന്നു? അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. അതായത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കുറേ ലോങ് ടേം പ്ലാനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കേരളത്തെ ഒരു മാരിടൈം റൂട്ട് ഉണ്ടാക്കും. അത് എന്നുണ്ടാക്കും? എന്ന് തീരും? ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്നാ കേരളത്തിന് കാശ് കിട്ടുക? വിഴിഞ്ഞം പോർട്ട് ഓണായി കഴിഞ്ഞ് പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലേ കേരളത്തിന് ലാഭവിഹിതം കിട്ടുള്ളൂ, കാശ് കിട്ടുള്ളൂ. ഈ മാരിടൈം പരിപാടി എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയെടുക്കാൻ എത്ര കൊല്ലമെടുക്കും? അതിൽ നിന്ന് വരുമാനം കിട്ടാൻ എത്ര കൊല്ലമെടുക്കും? അത് വയബിളാവാൻ എത്ര കാലമെടുക്കും? അപ്പോൾ അത്തരം ലോങ് ടേം സ്വഭാവമുള്ള പരിപാടികളിൽ നിന്ന് ഇപ്പോൾ 5 ലക്ഷം കോടി കടമുള്ള ഒരു സംസ്ഥാനത്തിന് എണീറ്റിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് മുടക്കാനുള്ള പൈസ വേറെ കണ്ടെത്തണം, അതിന് വായ്പയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നിലവിലെ അടിയന്തര സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്ന ആലോചനയല്ല ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞ പൈസ പിരിച്ചെടുക്കും, അംനസ്റ്റി, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കും. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കേണ്ടതാണ്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക, അതിൻ്റെ പരമാവധിയിൽ പോവുക എന്നുള്ള പ്ലാൻ കഴിഞ്ഞ 3-4 സർക്കാരുകളുടെ ബജറ്റിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതിയ കാര്യമൊന്നുമല്ല. KN ബാലഗോപാൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത ഒന്ന് നികുതി കുടിശ്ശിക പരമാവധി പിരിച്ചെടുക്കുക, എല്ലാത്തരം കുടിശ്ശികയും പിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പിരിച്ചെടുത്തുകൊണ്ട് കൂടിയാണ്, മുൻ സർക്കാരിനെ അപേക്ഷിച്ച് കൂടുതൽ പിരിച്ചെടുത്തുകൊണ്ട് കൂടിയാണ് ആ സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ഫെസ്റ്റിവൽ സീസണൊക്കെ അവർക്ക് റൺ ചെയ്യാൻ പറ്റിയത്. ഈ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കുറേ കുടിശ്ശികയുണ്ട്, അത് പിരിച്ചെടുത്തു, നമുക്കിതങ്ങോട്ട് ഈ വർഷം ഓടിക്കാം, അടുത്ത വർഷം ഓടിക്കാം. അതുകൊണ്ട് ദീർഘകാലം പോകാൻ പറ്റുമോ? കിട്ടാനുള്ള കുറേ പൈസ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഒപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്നൊരു കാര്യം, ഇതിനകത്ത് ദീർഘകാല സ്വഭാവത്തിലുള്ള പുതിയ വരുമാന പദ്ധതികളില്ല. അലോക്കേഷൻസ് എല്ലാം കുറവാണ്. സിമ്പിളായ ഒരു കാര്യം ആലോചിച്ചാൽ എന്താണ്, നമ്മളെ കൊച്ചിയിലെ മെഡിക്കൽ കോളേജിന് 10 കോടി അനുവദിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മെഡിക്കൽ കോളേജിന് കിഫ്ബി വഴി ഇതിൽ കൂടുതൽ കോടി അനുവദിച്ചിട്ടുണ്ട് ആര്? LDF സർക്കാർ. പക്ഷേ ഈ സർക്കാർ 10 കോടി അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ 10 കോടി എന്തിനാണ്? പ്രാരംഭ നടപടികൾക്ക്. കൊച്ചി മെഡിക്കൽ കോളേജിന് എന്തിനാണ് പ്രാരംഭ നടപടി? അതിൻ്റെ നവീകരണത്തിന് ഇനി അതിൽ കൂടുതൽ കോടികൾ അനുവദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ആ മെഡിക്കൽ കോളേജുള്ളത്. അപ്പോൾ എന്തിനാണ് 10 കോടി? അപ്പോൾ കിഫ്ബി നിങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുവഴിയുള്ള പരിപാടി ഇനിയില്ല. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള പൈസ ഇപ്പോൾ 600 കോടി രൂപ KSRTCക്ക് കൊടുക്കുന്നുണ്ട്.
മാസം 80 കോടി നഷ്ടമാണെന്ന് പറയുന്നത് അല്ലേ? പ്രിയദർശിനി പ്രഖ്യാപിച്ചിട്ട് 80 കോടി നഷ്ടമുള്ള KSRTCക്ക് 600 കോടി രൂപ അഡീഷണൽ കൊടുത്താൽ KSRTC പോകും. ഓൾറെഡി KSRTC സിങ്കിങ് സ്റ്റേജിലാണ് ഉള്ളത്, നഷ്ടത്തിലാണ് ഉള്ളത്. അങ്ങനെ പോകും. അപ്പോൾ ഈ ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എല്ലായിടത്തും കുറച്ച് പൈസ. 50 കോടി രൂപ മലബാറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം പണിയാൻ 50 കോടി, അല്ലെങ്കിൽ കാവുകളുടെ സംരക്ഷണത്തിന് 5 കോടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധനാലയ റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര കോടി. അങ്ങനെ എല്ലാത്തിനും പൈസ ഇങ്ങനെ വീതിച്ച് വെച്ച് പോകുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ആഴമുള്ള വിഭാവനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഒന്നാമത് ഈ സർക്കാർ 30 ദിവസമായിട്ടുള്ളൂ. ഇനി അടുത്ത 9 മാസത്തേക്കുള്ള റിവൈസ്ഡ് ബജറ്റാണിത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആനുകൂല്യമൊക്കെ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ബേസിക് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു സംഗതി, പുതിയ വരുമാന പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൽ ഈ ബജറ്റിന് അധികം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ കാണുന്ന ഈ മാരിടൈം റൂട്ട് പോലുള്ള സംഗതികളാവട്ടെ നമുക്ക് വേഗം പ്രൊഡക്റ്റീവ് ആവുന്ന പദ്ധതികളുമല്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഈ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള സംഗതികളാണ്. നമ്മളിപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാരിടൈം റൂട്ട് അല്ലെങ്കിൽ തുറമുഖ നഗരം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഖനനം എന്ന് പറയുന്ന അതിൻ്റെ പേരെ ഉയർന്നു വരുന്ന ആരോപണം അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആശങ്ക ചെറിയൊരു ആശങ്കയല്ല. വലിയ വൻകിട കോർപ്പറേറ്റുകൾ നമ്മുടെ ഖനന മേഖലയിലേക്ക് വരാൻ പോകുക എന്നുള്ള ക്വസ്റ്റൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ക്വസ്റ്റനെയും കൂടി റേസ് ചെയ്യുന്ന ഒരു ബജറ്റായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഫൈനലി ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് പൈസ ഇനി തർക്കത്തിനില്ലാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ പൈസ ഉണ്ടാക്കണമല്ലോ. അതിൻ്റെ മാർഗ്ഗം എന്താണെന്ന് ഇനിയും വിശദീകരിക്കേണ്ടി വരും. സാജു, പ്രതീക്ഷാഘാതോ നിരാശപ്പെടുത്തിയോ? അത്ര നിരാശാജനകമായ ബജറ്റല്ല ഇത്. അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അശാസ്ത്രീയമോ അതിശയോക്തിപരമായോ കണക്കുകൾ നിരത്തിയിട്ടല്ല PD സതീശൻ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കയ്യിലുള്ളത് വെച്ചും അടുത്ത 5 വർഷം കേരളം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഒരു ദിശാസൂചന ഇട്ടുകൊണ്ടുമാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ അടുത്ത 9 മാസത്തേക്കുള്ള ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. പക്ഷേ ഈ ബജറ്റ് അവതരണത്തിലേക്ക് വരുമ്പോൾ തന്നെ സതീശൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ അവസാനം വന്ന ബജറ്റിൽ 20,500 കോടി രൂപ അധികമായി ലഭിക്കുമെന്ന് കണക്കാക്കിക്കൊണ്ട് തയ്യാറാക്കപ്പെട്ട ബജറ്റാണ്. അത്തരത്തിലൊരു തുക ലഭിക്കാനില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് റവന്യൂ കമ്മി ഗ്രാൻഡ് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷ ഒരു 14,137 കോടി രൂപയും മറ്റ് വിഹിതങ്ങളും ഒക്കെ ചേർത്തുള്ളതാണ്. അത് കിട്ടാനില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുമ്പോൾ അത് കുറച്ചിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വാർഷിക പദ്ധതിയുടെ അടങ്കൽ 35,750 കോടി രൂപയായിരുന്നു ബാലഗോപാലിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നത്. അതേതാണ്ട് 30,370 കോടി രൂപയാക്കി വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഉള്ള അവതരണമാണ് നടത്തിയിരിക്കുന്നത്. കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ബജറ്റാണ് ആ കണക്കുകൾ അവതരിപ്പിച്ചതിൽ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് ഒരു ബജറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇസ്ലാമിക് ബാങ്കിങ് എന്നൊരു പ്രഖ്യാപനം നടത്തി. ആ ഇസ്ലാമിക് ബാങ്കിങ് വഴി പണം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു. എന്നിട്ടോ അതൊന്നും ആ പദ്ധതികളെ നടന്നിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകൾ വലിയ ഗംഭീര ബജറ്റുകളാണ് എന്ന് പറയുന്ന ഈ ബജറ്റുകളൊന്നും എടുത്തു നോക്കണം. അവസാനം എന്താ സംഭവിച്ചതെന്നറിയോ? സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പദ്ധതി തുക 50% വെട്ടിക്കുറിക്കുക എന്ന് പറയുന്ന ധനകാര്യ മാനേജ്മെൻറ്റാണ് നടത്തിയത്. അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കൈയടിച്ചതിൻ്റെ എല്ലാം 50% കുറയ്ക്കുക എന്ന വളരെ നവീനമായ ആശയം നടപ്പാക്കുകയായിരുന്നു KN ബാലഗോപാൽ ചെയ്തത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഐസക്കും ഇത്തരം കണക്കുകളിലെ എന്താ പറയുക തന്ത്രങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് ഈ ബജറ്റിനകത്തേക്ക് പോകുമ്പോൾ ഇതിനകത്ത് പുതിയ വരുമാന നിർദ്ദേശങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴേക്കും നിക്ഷേപം കൊണ്ടുവരിക എന്നത് മാത്രമായിരിക്കും ഇനി കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി. എവിടുന്നാണ് ഈ നികുതി പിരിക്കുക? GST കൗൺസിൽ ആയതിനു ശേഷം ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലായി കഴിഞ്ഞു. അവിടുന്ന് കിട്ടുന്ന GST വിഹിതം എന്ന് പറയുന്നതാണ്. അതിനകത്ത് ഈ പറയുന്നത് പോലെ പണ്ട് GST നടപ്പാക്കിയപ്പോൾ തരാമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ആ പണമൊക്കെ കിട്ടി. അത് തോമസ് ഐസക്കിൻ്റെ കാലത്ത് തന്നെ കേരളത്തിന് അവർ പറഞ്ഞ ഇതൊക്കെ കിട്ടി. അതിന് ഇനി ഇത്രയും കൂടെ വരാനുണ്ട് എന്നൊക്കെ നമുക്കിങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഈ തർക്കങ്ങൾ കൊണ്ടോ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ കാര്യമില്ല. കേന്ദ്രം അത് അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, GST നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനി വരാനില്ല. അപ്പോൾ ഇനി എന്താണ് കേരളത്തിനായി സമാഹരിക്കാൻ കഴിയുന്നത്? അവിടെ കേരളത്തിൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ വരുന്ന വരുമാന സ്രോതസ്സുകളെ ആശ്രയിച്ചു മുന്നോട്ട് പോകുക എന്ന ഒരു ദീർഘകാല പദ്ധതിയാണ് വേണ്ടത്. അപ്പോൾ സാജു ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നു, വൻകിട പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു, അത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്ന സംഗതിയല്ലോ. അത് എത്ര കാലം കഴിയണം? നമ്മൾ ഇപ്പോഴത്തെ 5 ലക്ഷം കോടിയുടെ കടം എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ, ഇന്ദിരാ ഗ്യാരണ്ടി, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ഒക്കെ നടത്താനുള്ള പൈസ എവിടുന്നാണ്? അതിനൊക്കെ ഉള്ള പണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇതെന്താണ് ചെയ്യേണ്ടത്? അത് പോരല്ലോ. കണക്ക് പ്രകാരം മാസം 80 കോടി നഷ്ടമാണല്ലോ. അല്ലെ തന്നെ KSRTC ഓൾറെഡി അതിനും വലിയ നഷ്ടത്തിലാണ്. പോരല്ലോ പൈസ. അല്ല, 50 കോടി മതിയോ സ്റ്റേഡിയം പണിയാൻ? അല്ല, ഇത് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എത്ര കോടി വേണം?
ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു നാളെ നടപ്പാക്കാൻ പോകുന്നതല്ലോ. അതിനൊരു അപ്പൊ ഇല്ലേ? എന്താണ് അത് നാളെ നടപ്പാക്കുന്നില്ല? ഇല്ല, നാളെ എങ്കിലും നടപ്പാക്കില്ല. ഓക്കേ. നാളെ എങ്കിലും നടപ്പാക്കില്ല, ഉറപ്പല്ലേ. നാളെ വന്നിട്ട് ഇത് എന്താ ഒരു ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളുമായി ധാരണയിലെത്തണം. അതിന് സർക്കാരിന്റെ വിഹിതം എത്രയാണ് തീരുമാനിക്കുന്നത്. ധാരണയൊക്കെ വേറെ കാര്യം, സർക്കാരിന്റെ പൈസ ഉണ്ടോ ഇല്ലെന്ന് പറ. ഇല്ല, പൈസ കണ്ടെത്താൻ സർക്കാരിന്റെ വഴി ഉണ്ടാവുന്നേ. അത് വഴി കണ്ടെത്തലാണല്ലോ ഒരു സർക്കാരിന്റെ പണി. സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് നടപ്പിലാക്കാനും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തർക്കമില്ല, എന്റെ കേസ് തീർന്നു. ഇല്ല, നടപ്പിലാക്കുന്നില്ലെങ്കിലോ? അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല. കാരണം ഇതേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യത്തെ വർഷം നടപ്പാക്കണമെന്നില്ല. അത് ശരിയാ. അതായത് ഏറ്റവും അവസാനം, അതായത് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഏറ്റവും അവസാനത്തെ സമയത്താണ് ഉയർത്തിയത് ജനങ്ങളെ പറ്റിക്കാൻ എന്ന് പറഞ്ഞ ആളാ ഈ വി ഡി സതീശൻ. അല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതും പ്രകടന പത്രിക പറഞ്ഞു മുഴുവൻ കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. അല്ല, പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ സമയത്ത് ജനങ്ങളെ പറ്റിക്കാൻ കൊടുത്തവരാണ് നിങ്ങളെന്ന് പറഞ്ഞവരാണ്. അപ്പോൾ ആദ്യം കൊടുക്കണം സതീശൻ. അല്ല, എങ്ങനെയാണ് ഒരു സർക്കാർ വന്ന് 28 ദിവസത്തിനുള്ളിൽ ഒരു ഇത്രയും ബൃഹത്തായ പദ്ധതി ആരംഭിക്കുക എന്നൊരു ചോദ്യമില്ലേ? പൈസ ഇല്ല സാജു. അല്ലല്ല, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു ലൈഫ് മിഷൻ. അത് എന്നാ ആരംഭിച്ചത്? അതെന്താണ് ആദ്യത്തെ മാസം പ്രഖ്യാപിച്ചത്? അത് സർക്കാർ വേറെ അല്ലേ? ഇത് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സർക്കാരിനെ പഴി പറഞ്ഞ അധികാരത്തിൽ വന്നിട്ട് പിന്നെ സർക്കാരിന്റെ കഥ ഇരുന്നോട് പറയല്ലേ? അങ്ങനെയല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തുടങ്ങുകയാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഒന്നുമില്ല. അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്തായിരുന്നു? മറ്റേതായിരുന്നു, സൗജന്യ യാത്രയായിരുന്നു. അവർ ആദ്യത്തെ മാസം നടപ്പാക്കി. മറ്റേത് 2017 തുടങ്ങിയത്, ഒരു കൊല്ലം കഴിഞ്ഞാൽ തുടങ്ങിയത്. അത് മാറ്റമുണ്ട്. മാത്രമല്ല, ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഇതിനുള്ള പൈസ കണ്ടെത്തുക പരിപാടിയല്ല. നിങ്ങൾ അത് റിയലിസ്റ്റിക് ആയിട്ട് അനലൈസ് ചെയ്യേ. ഇപ്പൊ ഇവിടെ 5 ലക്ഷം കോടി കടമുണ്ടെന്നുള്ള പബ്ലിക് ഡോക്യുമെന്റ് ആണല്ലോ. ഇപ്പൊ വന്നിട്ടാണോ 5 ലക്ഷം കോടി കടമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ, സാജു പറഞ്ഞ പോയിന്റ്, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരൽ പ്രധാനമാണ്, സമ്മതിക്കുന്നു. പക്ഷേ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് ഈ വൻകിട പ്രൊജക്റ്റെല്ലാം നടപ്പിലാക്കി അതിനകത്ത് നിന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന പൈസ എടുത്തിട്ട് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിക്വയർമെന്റ് അല്ല ഇപ്പൊ കേരളത്തിനുള്ളത്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ പറയുമെന്നാണ് പറഞ്ഞത്. അതില്ലെന്ന് എന്റെ പോയിന്റ്. അല്ല, ഇതിനകത്ത് എന്തായിരുന്നു വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം? നമ്മളുടെ ട്രഷറിയിൽ ലീക്കേജ് ഉണ്ട് എന്നതായിരുന്നു സതീശൻ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതടയ്ക്കാനുള്ള മാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല, ആസൂത്രണ ബോർഡിനെ അത് കുറച്ചുകൂടി വിശാലമായ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, അതായത് സർക്കാരിനെ ട്രഷറി പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്ന രീതിയിൽ ഉപദേശിക്കുന്ന തലത്തിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ബജറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ബജറ്റ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ മുന്നോട്ട് വെക്കുന്ന ബജറ്റ് എന്ന നിലയിൽ കാണേണ്ടി വരും. അതേ സമയത്ത് ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നീക്കിവെച്ച തുക പര്യാപ്തമാണോ? അതെല്ലാ ബജറ്റ് കാലത്തും ഉയരുന്ന ചോദ്യമാണ്. ഇത് മതിയോ ഇത് നടപ്പാക്കാൻ ഉള്ളത്. ഈ വിസ്മയമൊക്കെ കാട്ടും എന്ന് പറയുമ്പോഴും കേരളത്തിന്റെ ധനസ്ഥിതി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അതിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നുള്ളത്. ശരി, അപ്പോൾ എന്തായാലും വിസ്മയങ്ങൾ കാണിക്കാൻ ഫണ്ടില്ല, കാര്യമായ സമയവും കിട്ടിയിട്ടില്ല എന്നൊരു ആനുകൂല്യം വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും യാഥാർത്ഥ്യ ബോധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ബജറ്റാണ്. അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ പരിമിതികൾ ആവോളമുണ്ട്. എന്തായാലും ഈ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ ഈ സമയത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് നോക്കാം.